ജനകീയ ബാങ്കിംഗ് നിലനിർത്തണമെന്ന ആഹ്വാനത്തോടെ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ സെക്രട്ടറി ആനന്ദ് MK ഉദ്ഘാടനം ചെയ്തു. ജനകീയ ബാങ്കിംഗ് നിലനിർത്തണമെന്ന ആഹ്വാനത്തോടെ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ 80ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. AIBEA ജനകീയ ബാങ്കിങ്ങിന്റെ കാവലാൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട് ടൗണിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ ജില്ലാ ചെയർമാൻ PV സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ഹരിശങ്കർ VV സ്വാഗതം പറഞ്ഞ പരിപാടി ജില്ലാ സെക്രട്ടറി ആനന്ദ് MK ഉദ്ഘാടനം ചെയ്തു. മാറ്റങ്ങൾ ആദ്യമായി കൊണ്ടുവന്നു. ആ കാലത്ത് പാർലമെന്റിൽ അതിനുവേണ്ടി സംസാരിച്ചിരുന്നത് AIBയുടെ നേതാവായിട്ടുള്ള, ആ സമയത്തെ പാർലമെന്റിലെ മെമ്പറായിട്ടുള്ള പ്രഭാകർ ആയിരുന്നു. അപ്പം തൊട്ട് നമ്മൾ കൃത്യമായിട്ട് ഈ ബാങ്കിങ് മേഖലയ്ക്ക് എങ്ങനെ സമൂഹത്തിന് ഉപയോഗകരമായിട്ട് മാറ്റിയെടുക്കാമെന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചാബിൽ ജലന്ധറിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനത്തിൽ വെച്ചിട്ടാണ് 1950-ൽ ആദ്യമായിട്ട് ബാങ്കുകൾ ദേശസാൽക്കരിക്കണം എന്നുള്ള പ്രമേയം കൊണ്ടുവരുന്നത്. ആ പ്രമേയം ആദ്യമായി കൊണ്ടുവരുന്നത് AIB എന്ന മഹാപ്രസ്ഥാനമാണ്. കഴിഞ്ഞിട്ട് ആ കാലയളവിന് ശേഷം 1969-ൽ നമ്മുടെ ആ നിരന്തരമായ തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് ശേഷം 1969-ൽ ആദ്യമായിട്ട് ദേശസാൽക്കാരം സംഭവിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി N വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. റിട്ടയറീസ് ഫെഡറേഷൻ സെക്രട്ടറി KV ഗംഗാധരൻ, ഓൾ കേരള ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KN അതിരഥൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ കമ്മിറ്റി സെക്രട്ടറി റിജിൻ P നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.